prayer start ചെയ്തോളൂ ട്ടോ. Good morning, ma'am. Morning. Morning, all. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk in. Sorry, ma'am. We'll walk hand in hand. We'll walk hand in hand. We'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. Thank you, ma'am. Okay, we focus today. ഞാൻ പറയാം മാം. Life is so beautiful. One day, 1 hour, 1 minute will never come again. So just forget all problems and be happy. Thank you, ma'am. Welcome. Okay, sign in. ഇല്ല. Sign in ഇല്ല. ഡെയ്സിനൊരു സൈൻ ഇൻ പറയാമോ? ഡെയ്സി എന്തെങ്കിലും? ഓക്കെ ഓക്കെ. സലീന Yes, ma'am. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്താ പറയാ? എന്തെങ്കിലും പറഞ്ഞു. ക്ലാസ് തീരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പഠിത്തത്തിലാണോന്ന് അറിയില്ല. ഗ്രൂപ്പില് വരാന് കുറെ ആൾക്കാര് മടിയാണ്, ഇപ്പൊ പുറകിലാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. കോൺവെക്കേഷന് ആരും മിസ്സാവരുത്, എല്ലാവരും കാണണം. എല്ലാ ടീച്ചേഴ്സിനെയും മിസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് മുടങ്ങാതെ, ഇനി ഒരു ക്ലാസ് മുടങ്ങാതെ കാണാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ. ഓക്കെ, ശരി. എങ്ങനെ പോകുന്നു വൈവയൊക്കെ? വൈവ എങ്ങനെ പോകുന്നു? കുറെ പേരുടെ വൈവ കഴിഞ്ഞു മാം. കഴിഞ്ഞു. ഓക്കെ. ഇങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞവർ ഈ ഗ്രൂപ്പിലുണ്ടോ? ഒരു സൈൻ പറയുന്നുണ്ടെങ്കിൽ ക്ലാസ് തരാൻ പോവില്ല. ഞാനൊരു സൈൻ പറയട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഞാനൊരു സൈൻ പറയാം. എൻ്റെ ഒരു ഐഡിയയിൽ എഴുതി വെച്ചൊരു സൈനിങ് ഇപ്പൊ മാം പറഞ്ഞപ്പോ എഴുതി വെച്ചതാ. The 8+8 rule distribute your day 24 hours into 8+8+8 hours to make a good balance sheet of your life. 8 hours of hard work, 8 hours of good sleep, 8 hours dedicated to 3 Fs, 3 Hs and 3 Ss. 3 Fs are family, friends and faith. 3 Hs are health, hygiene and hobby. 3 Ss are soul, service and smile. Sign out by Holly. Thank you, ma, and thank you all. ഓക്കെ, ശരി. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു വൈവ? ചെയ്തവരോടാണ് ചോദിക്കുന്നത്.
കുഴപ്പമില്ല, നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു മാം. നൗഫലിന് ആരാണ് ഇത് ചെയ്യുന്നത്? അശ്വതി മാം. ടെൻഷൻ ഉണ്ടായിരുന്നോ നിനക്ക്? ടെൻഷനല്ല ഉണ്ടായിരുന്നു, നല്ല പറയലേ. ഉണ്ടായിരുന്നു. വൈവ കഴിഞ്ഞപ്പോ സമാധാനമായി. അത്രേ ഉള്ളൂ, അത്ര ഒന്നുമില്ല. ടെൻഷൻ അടിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഏത് ടെൻഡൻസി വരെ പറഞ്ഞു? അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി ആണോ? ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്തു. കാൽക്കുലേഷൻ പറഞ്ഞോ? ഇല്ല മാം. അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റിയും കംപ്ലീറ്റഡ് ആണ് അല്ലേ? യെസ് യെസ്. ശരി. നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത ടെൻഡൻസീസ് ആണ്. കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. നോക്കാം. ആദ്യത്തേത് എന്താണ്? കാൽക്കുലേഷൻ. എന്താണ് കാൽക്കുലേഷൻ? കണക്കുകൂട്ടൽ. ഓക്കെ. അങ്ങനെ മാത്രമാണോ നമ്മൾ പറയുന്നത്? നിങ്ങൾ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് അല്ലേ? യെസ്. അതായത് നമ്മള് സാധാരണ മനുഷ്യരാണ് അല്ലെ? സാധാരണമായ ഒരു മനുഷ്യ ജീവിയാണ് നമ്മൾ എല്ലാവരും തന്നെ. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തുണ്ട്? നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും നമുക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകമായ ഒരു കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അല്ലെ? ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ. ഇപ്പൊ മാത്സ് എന്ന രീതിയിൽ മാത്രമല്ല, നമ്മള് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അതായത് നമ്മള് ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇത്ര സാലറി കിട്ടും, സാലറി കിട്ടുന്ന സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ? ഇപ്പൊ വാടക വീടാണെങ്കിൽ റെന്റ് കൊടുക്കണം, ബാക്കി മറ്റു സാധനങ്ങളാണ്, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം, ബസ് ഫീസ് അടയ്ക്കണം, കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മാരേജ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു പൈസ കണക്ക് കൂട്ടി നമ്മൾ മാറ്റി വെക്കും. അല്ലെങ്കിൽ ഇൻ കേസ് സാലറി പാക്കേജ് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം എനിക്ക് അലക്കിയിട്ട തുണികള് ഡ്രയറിൽ നിന്നെടുത്ത് വിരിക്കാനായിട്ട്. നിങ്ങളുടെ കാൽക്കുലേഷൻ അല്ലേ അത്? ഇത്ര സമയത്തിനുള്ളിൽ എനിക്കത് വിരിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ? അതിനുശേഷമാണ് 11:30 ക്ലാസ്സിൽ കയറണം അല്ലെ? 11:30 ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ കയറുന്നത് അല്ലേ? കാര്യം സത്യമല്ലേ? അതെ, സത്യമാണ് മാം. സത്യമാണ്. അപ്പോ ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് നടക്കാൻ കാരണം നിങ്ങളിലുള്ള കണക്ക് കൂട്ടൽ എന്നൊരു പ്രവണത ഉള്ളത് കൊണ്ടതാണ് അല്ലെ? അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്നുള്ള ഒരു ടെൻഡൻസി ഓരോ ഹ്യൂമൻ ബീങ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും കൃത്യമായി എത്തിച്ചേരുന്നത്. ഓക്കെ. പക്ഷെ ചില സമയത്ത് എന്താണ്, കാൽക്കുലേഷൻസ് നമുക്ക് തെറ്റാറുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ പോലെ ഓർഡർ പറഞ്ഞില്ലേ? നമ്മൾ ഓർഡർ പഠിച്ച സമയത്ത് ഇപ്പൊ കുട്ടിക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, അവൻ അസുഖം വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണക്കുകൂട്ടൽ അവിടെ തെറ്റി അല്ലെ? സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു. ഓക്കെ. അതെന്താണ്, നമ്മുടെ കാൽക്കുലേഷൻ മാറി. നമ്മൾ വിചാരിച്ച പോലെ അവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. യെസ്. അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു പ്രവണതയാണ്? കാൽക്കുലേഷൻ ആണ് അതെല്ലാം അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ചെറിയ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ ക്ലാസ്സിൽ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ? കുട്ടികളുടെ ക്ലാസ്സിൽ എന്താണ്, നമ്പേഴ്സ് പഠിക്കാറുണ്ട്. നമ്പേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്പർ വെച്ച് മറ്റെന്ത് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്? നമ്പർ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? എന്തൊക്കെ ചെയ്യാറുണ്ട്? കൗണ്ട് ചെയ്യാൻ പഠിക്കും അല്ലെ? കൗണ്ട് പഠിക്കുന്നുണ്ട്. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്തെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെന്തൊക്കെ പഠിക്കുന്നുണ്ട്? സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, എല്ലാം പഠിക്കുന്നില്ലേ? ഓക്കെ. ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ്? ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മൾ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അതെല്ലാം തനിയാണ് അവർ ചെയ്യുന്നത്. ഇനി പല കാര്യങ്ങൾ, പല ഷേപ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ്, അതിനൊരു സൈസ് ഉണ്ട്, അതിനൊരു വെയിറ്റ് ഉണ്ട് എന്നൊക്കെ കുട്ടികള്
മെഷർ ചെയ്യാനായിട്ടൊക്കെ പഠിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? കാൽക്കുലേഷൻ എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് ഇതെല്ലാം തന്നെ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് കണക്കുകൂട്ടൽ എന്നൊരു ഭാഗത്തിന്റെ ആ ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ 11:30 ക്ലാസ്സിൽ കയറി, നിങ്ങൾക്ക് 12:15 12:30 അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മീറ്റിംഗ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 മണിക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം. കറക്റ്റ് 12:30 ക്ലാസ് വേണ്ട, 1 മണിക്ക് നിങ്ങൾക്ക് എവിടെയോ പോകാനുണ്ട്, അല്ലെങ്കിൽ 12:45 നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണം. നിങ്ങൾ 11:30 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അവിടെ പോകണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അത് പ്ലാൻ ചെയ്യും. അത് നിങ്ങളുടെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ. എനിക്ക് 11:30 കഴിഞ്ഞിട്ട് എനിക്ക് 12:45 ബസ് എന്താ, ബസ്സിൽ കയറിയിട്ട് വേണം എനിക്ക് 1:30 അവിടെ എത്താനായിട്ട്. 1:30 പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, കുട്ടിയുടെ ക്ലാസ്സിലെ പാരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ഹൗസ് ഉണ്ട്, ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റണം. അപ്പോ 11:30 ക്ലാസ്സിൽ കയറണമെങ്കിൽ എന്താണ് 11:30 നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും അല്ലെ. 11:30 ക്ലാസ്സിൽ കയറണമെങ്കിൽ നിങ്ങൾ 11:30 മുൻപായിട്ട് ക്ലാസ്സിൽ കയറാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവണം. ക്ലാസ്സിൽ കയറാൻ പ്രിപ്പയർ ആണെങ്കിൽ എന്താണ് രാവിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ 11 മണിക്കുള്ളിൽ നിങ്ങളുടെ ഓൾറെഡി ഓൾമോസ്റ്റ്, അതായത് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ എന്താണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ 11:30 ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ രാവിലെ ഇപ്പൊ വെളുപ്പിന് തുടങ്ങി ഈ 11:30 വരെ നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് എന്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, കണക്കുകൂട്ടൽ. അഥവാ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടൈം ബാലൻസ് ചെയ്യാനും. ടൈം ബാലൻസ് ചെയ്യാൻ, നമ്മുടെ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അല്ലെ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ടൈം കൃത്യമായ ഒരു ടൈം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ കാൽക്കുലേഷന്റെ ഒരു ടെൻഡൻസിയിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാത്തിനും ഒരു കാൽക്കുലേഷൻ ഉള്ളത് നല്ലതല്ലേ? കാൽക്കുലേഷൻ നിർബന്ധമാണ് അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും പല രീതിയിലുള്ള പ്രോസസ്സിലേക്ക് കൃത്യമായിട്ട് ചേരാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ. ഇനി ക്ലിയർ ആണോ കാൽക്കുലേഷൻ? അതെ മാം. ഓക്കെ, ക്ലിയർ ആത്തവരാരെങ്കിലും ഉണ്ടോ? പറഞ്ഞത് മനസ്സിലായോ കാര്യങ്ങള്? മാം. ഇനി അടുത്ത ടെൻഡൻസിയിലേക്ക് നമുക്ക് പോകാം. റിപ്പീറ്റേഷൻ, ആവർത്തനം. റിപ്പീറ്റേഷൻ അതായത് ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പീറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രവർത്തനം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെയാണ് ആവർത്തനം അഥവാ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും സിനിമ കാണാറില്ലേ? സിനിമ കാണാറുണ്ട്? കണ്ടിട്ടുമില്ല, കാണത്തുമില്ല മാം. എപ്പോഴും സിനിമയുടെ വെച്ച് എക്സാമ്പിൾ പറയുമ്പോഴെല്ലാം എല്ലാ മാമിനോട് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല, കാണുന്ന വ്യക്തിയല്ല. പണ്ടെങ്ങാണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഒരു ചെമ്മീൻ എന്നും പറഞ്ഞൊരു സിനിമ സ്കൂളിൽ നിന്ന് കാണിച്ചു, കൊച്ചു പരുവത്തി. അല്ലാതെ ജീസസ് ഒന്നും കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ സിനിമ ഞാൻ പറയാൻ കാര്യം സിനിമ വെച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് എങ്കിലും അത് പറയണ്ടേ. ശരി, നിങ്ങള് ചിത്രം എന്ന സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലെ. ചിത്രം ആരുടെ മൂവിയാണ്? മോഹൻലാൽ. അല്ലെ. നമ്മള് എത്ര പ്രാവശ്യം കണ്ടെന്ന് പലർക്കും അറിയാൻ പറ്റില്ല. ചിലപ്പോ ഒരുപാട് പ്രാവശ്യം, ഇത്ര വർഷങ്ങൾക്കിടയിൽ നമ്മൾ പല പ്രാവശ്യം ടി വിയിൽ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു മൂവി ആയിരിക്കും മണിച്ചിത്രത്താഴ്. അതെ, ഈ രണ്ട് മൂവീസ് ഇപ്പൊ നമ്മള് മമ്മൂട്ടി ഫാൻസ് കൂടി ഉണ്ട്, അത് അവരെങ്കിലും പരിഗണിക്കണമുണ്ട്. മോഹൻലാൽ മാത്രം പറഞ്ഞില്ല, മമ്മൂട്ടിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവി ഏതാണ്? പഴയ സിനിമ
പപ്പയുടെ സ്വന്തം ഇപ്പോൾ വാത്സല്യം. ഏ വാത്സല്യം. വാത്സല്യം അല്ലെ? ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അല്ലെ? ഏറ്റവും നല്ലൊരു മൂവി എന്ന് പറയാം. ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്കൊരു സങ്കടത്തോടെ അല്ലാതെ ഒരു മൂവി കാണാൻ പറ്റില്ല അല്ലെ? എത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂവിയാണ്. അതേപോലെ പപ്പയുടെ സ്വന്തം കൂസ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടത് എന്തിനാണ്? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കണ്ടത്? ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടാണ്? ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലെ? പാണ്ടിപ്പടയോ? അത് വെച്ചിട്ടാണോ? അത് ദിലീപിന്റെ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ സുമിയെ കുറച്ചും കൂടി ഇങ്ങോട്ട് ക്ലിയർ ജനറേഷൻ ആണ് ആണോ? ദിലീപിന്റെ മൈ ബോസ് ഇല്ലേ? ദിലീപിന്റെ അതൊക്കെ ഇപ്പോഴും കണ്ടാ പിന്നെ CID മൂസ ഇതൊക്കെ ശരിയാണ്. അതുപോലെ ഏറ്റവും രസകരമായ ഒരു സിനിമയുണ്ട് കല്യാണരാമൻ, പറക്കും കളിക, ഫ്രണ്ട്സ്. ഇതൊക്കെ എത്ര നല്ല മൂവീസ്. അതൊക്കെ ഇപ്പം പ്രാവശ്യം കണ്ടിട്ടുണ്ടോ നമ്മള് അല്ലെ? പാണ്ടിപ്പടത്ത് ഒപ്പം കണ്ടാലും ചിരിക്കും. എത്ര സങ്കടമായിട്ടിരുന്ന പാണ്ടിപ്പടം കണ്ടാ മതി, ചിരിച്ചുപ്പാട്. ഓക്കെ, ശരിയാണ്. അപ്പൊ ഇതെല്ലാം കാണുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് കാണുന്നത് അല്ലെ? എന്തിനാണ് റിപ്പീറ്റേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത്ര ഇഷ്ടപ്പെടുന്നു. അതിനോടുള്ള ഇഷ്ടം കൊണ്ട്. യെസ്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമുക്ക് ഈ റിപ്പീറ്റേഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് കുട്ടികളുടെ കാര്യം എടുക്കുന്ന ഒരു ക്ലാസ്സില് ഒരു ആക്ടിവിറ്റി കൊടുത്തു അല്ലെ? ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മളിപ്പോ സബ്സ്ട്രാക്ഷൻ ഒരു ആക്ടിവിറ്റി കൊടുത്തു, പിങ്ക് ടവറിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റെയർ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തതിന് ശേഷം കുട്ടികള് ടീച്ചർ അടുത്ത മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യും? പിന്നീട് പിങ്ക് ടവർ തന്നെ ചെയ്യാനായിട്ട് വരും. എന്തുകൊണ്ടാണ്? പിങ്ക് ടവർ അവർക്ക് വളരെ എളുപ്പമാണ്, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് പിന്നെയും ടീച്ചർ പറഞ്ഞത് ഇഷ്ടമുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് കുട്ടികൾ അത് തന്നെ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ അത് തന്നെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്? അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? അവർക്ക് ആ ഒരു മെറ്റീരിയലിനോടാണ് ഇഷ്ടം തോന്നുന്നത് അല്ലെ? ആ ഒരു മെറ്റീരിയൽ എക്സ്പ്ലോർ ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് തന്നെ ആവർത്തിച്ച് ചെയ്യാനാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പോയം പാടാൻ പറയുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ഷൻ സോങ് ആണെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ സോങ് അതായിരിക്കും ആദ്യം അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ? പ്രയോറിറ്റി പറഞ്ഞത് ഏതാണ്? ഇഷ്ടമുള്ളത് ആവർത്തിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളൊരു മോശം കാര്യം ആവർത്തിക്കോ? മോശമായിട്ടുള്ള കാര്യം നമ്മൾ ആവർത്തിക്കോ? ഇല്ല. ഇഷ്ടമുള്ള കാര്യം നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കോ? ഇല്ല മാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ചുരിദാർ തയ്ച്ചു, നല്ലൊരു ടോപ്പ് തയ്ച്ചു, പക്ഷെ ഇട്ടതിന് ശേഷം ഭയങ്കര മോശമാണ്, ഇട്ടിട്ട് ഭയങ്കര ബോറ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എല്ലാവരും അടിച്ച് സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? നമ്മൾ രണ്ടാമത് പിന്നെ ആ ചുരിദാർ ഇട്ട് എവിടെയെങ്കിലും പോകുമോ? ഇല്ല, പിന്നെ അതങ്ങ് മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ അവിടെ അത് ആ ചുരിദാർ പിന്നെ നമ്മൾ അവിടെ ആവർത്തിക്കില്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നല്ല മെറ്റീരിയൽസ് നോക്കി നല്ല മോഡൽസ് നോക്കി പിന്നീട് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാം ആവർത്തനത്തിന്റെ ഒരു ഉദാഹരണങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ആവർത്തനം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടുണ്ടാവും അല്ലെ? എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന പാട്ടുണ്ടാവില്ലേ മനസ്സിൽ? മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ആരും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു പാട്ട് ഓടി വരും. അത് തന്നെ നമ്മൾ എപ്പോഴും പാടാറുണ്ട്, കേൾക്കാറുമുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ? നിലാവേമായുമോ. നിലാവയമായമോ? ഓ, വിഷമമാണല്ലോ. ഓക്കെ, ഹൃദയസഖി. പിന്നെ പാതിരവായി നേരം. പാതിരവായി നേരം റിപ്പീറ്റഡ് ആണ്. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ പാട്ടാണ്? അഴകേ അമരത്തില്. അഴകേ. ജോളി മാമിന് ഏത് പാട്ടാണ് ഇഷ്ടം? അറിയാമെന്ന് ക്രിസ്ത്യൻ പാട്ട. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമ്പോൾ നടത്തണമേ ദൈവമേ, എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട. കുഷ്ടവൻ കയ്യിൽ കളി മണ്ണപ്പോൾ അനുദിനം നീ പണിയണമേ, എപ്പോഴും പാടുന്ന പാട്ട്. ഇന്ന് രാവിലെയും പാടി. ഓക്കെ, നിങ്ങൾക്ക് അനുപമ സ്നേഹ ചൈതന്യമേ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? അതേപോലെ വാതിൽ തുറക്കുന്ന ഈ കാലമേ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് മാം.
പിന്നെ ഏതാണ്? പിന്നെ മാമരക്കൊമ്പിൽ ഒരു താരാജാലകക്കുട്ടി കാർത്തിക നാളിൽ മലപ്പൂക്കും പൗർണമി മാവിൽ മഴവില്ലിൻ മന്ത്രലക്ഷ്മി പോലെ ഒരു തൂവൽ പൈങ്കിളി ചേക്കേറി രാജസിമംഗലിൽ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് അല്ലെ? പിന്നെ സൂര്യനായി തഴയുണർത്തുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഏറ്റവും നല്ല സോങ് അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ഇതൊന്നും? കേട്ടിട്ടുണ്ട് മാം. ഏറ്റവും സാഡസ്റ്റ് സോങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതാണ്? ഏറ്റവും സാഡസ്റ്റ് സോങ് ആയിട്ട് ആകാശദൂതൻ. ആകാശദൂത് എന്ന മൂവി നല്ലൊരു സാഡസ്റ്റ് ആണല്ലേ? അതിൽ പക്ഷെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും വിഷമുള്ള ഒരു പാട്ടുണ്ട്, അതേതാണ്? രാപ്പാടി. അതേ കേഴുന്നു അല്ലെ? ഓക്കെ, യെസ്. പിന്നെ ആരാണ് അയച്ചത്? ഒരു നേരമെങ്കിലും. പിന്നെ ഭഗവാന്റെ കൃഷ്ണന്റെ പാട്ടുകള്. അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ നമ്മൾ എന്താണ്, നമ്മൾ തന്നെ സ്വയം റിപ്പീറ്റ് ചെയ്ത് പാടുന്നു അല്ലെ? അതാണ് ആവർത്തനം. ഈ ഒരു ആവർത്തനം എന്ന ടെൻഡൻസി മനുഷ്യന്റെ പ്രവണതയാണ്, ഹ്യൂമൻ ടെൻഡൻസിയാണ്. ആ ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകളും സിനിമകളും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വീണ്ടും 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 ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് എന്ത് ആവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. വേറൊരു കാര്യം മറന്നുപോയി, ഇഷ്ടപ്പെട്ട ഫുഡ്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? പായസം. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ പായസം? പായസം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അതേപോലെ ഇഷ്ടമാണ് അല്ലെ? പക്ഷെ നമ്മള് അത് ആവർത്തിച്ച് കഴിക്കാറുണ്ടോ? പക്ഷെ സീസണലാണല്ലേ, നമുക്കത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ചോറ്, നല്ല ചെമ്മീൻ കറി, നല്ല അച്ചാറ്, നല്ലൊരു എന്താ പറയാ ഒരു ചെറിയൊരു മീൻ വറുത്തത്, അല്ലെങ്കിൽ എന്താണ് ഒരു മെഴുക്ക് വരട്ടി, ഒരു രസം, ഒരു പപ്പടം, ഇതൊക്കെ നമ്മൾ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? എന്നും അതൊക്കെ കൂട്ടിയൊന്ന് ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടം, ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ചാൽ നമ്മൾ പിന്നീട് എന്താണ് 2 ദിവസം തന്നെ പിന്നെയും നമ്മളത് ആവർത്തിക്കും. ഞാൻ അന്ന് കഴിച്ചപ്പോ നല്ല രസം ഉണ്ടായി. വേണ്ട, നല്ലൊരു തൈര് അല്ലെ? നല്ല കട്ട തൈരില് കുറച്ച് കാന്താരി മുളക്, 2 ഉള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം മിക്സ് ചെയ്ത് അരച്ചങ്ങ് ചേർത്ത് തലേ ദിവസത്തെ ചോറിൽ കുഴച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണ് അല്ലെ? എന്ത് രസമാണ്. നിന്റെ വായിലുള്ള മണ്ണോ? നീ വായിലുള്ള മണ്ണോ? ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യും അല്ലെ? നമുക്ക് എന്നും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ആവർത്തനമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ട് വരാം. വയസ്സൊക്കെ വിശന്നു പോയി. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ നമ്മള് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഹോട്ടലിൽ തന്നെ പിന്നീട് അവിടെ തന്നെ കയറാം. ഇവിടെ നമ്മളുടെ ഇവിടെ പെരിയാർ എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട്, പെരിയാർ എന്നൊരു ഹോട്ടൽ ഉണ്ട്. നല്ല ഫുഡാണ്, ഒന്നും പറയാനില്ല, നല്ല ഫുഡാണ്. വരാപ്പുഴ എന്നൊരു സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ മനസ്സ് നിറയും, പിന്നെയും പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് രൂപപ്പെടും. അതാണ് എന്താ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റിപ്പീറ്റേഷൻ ക്ലിയർ മാം. യെസ്. നെക്സ്റ്റ്, കോൺസെൻട്രേഷൻ. എത്ര പേർക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്? ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവും. എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ മനുഷ്യൻ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെപ്പോഴും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ഏകാഗ്രമായിട്ടാണ് പോകുന്നത് അല്ലെ? ഏകാഗ്രത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നതും കേൾക്കുന്നതും നമ്മൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ
ഈ ഏകാഗ്രത കൊണ്ട് നമ്മൾ എന്താണ് ശരിക്കും ഈ ഏകാഗ്രത എന്നൊരു പ്രവണത മനുഷ്യരിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ. യെസ്, വെരി ഗുഡ്. ഇനി ഇപ്പൊ ഒരു കാര്യം മാത്രം കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിലർ എന്തായിരിക്കും, ചില ആളുകൾ അവരുടെ ഫാമിലിക്കായിരിക്കും എന്ത് കൊടുക്കുന്നത്, കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അല്ലെ. ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് അല്ലെ. ഫാമിലിയുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെയാണ് A to Z കാര്യങ്ങളില് ഫാമിലിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ എങ്ങനെയാണ്, അവരുടെ പ്രൊഫഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ. പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ ആണോ, ടീച്ചിങ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ പ്രൊഫഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെന്താണ്, ഹോബീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. ഹോബീസ് എന്താണ്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ട്, പിന്നെന്താണ് യോഗ, അത് തുടങ്ങി എന്ത് കാര്യങ്ങളും ചെയ്യുന്നവര് ഹോബീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് ബേസിക് മെസ്സേജ് അയച്ചത്? ഓക്കെ ഓക്കെ ശരി. ഓക്കെ, പിന്നെ ഹോബീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ആരാണ്, വെൽത്ത്, പണം സമ്പാദിക്കണം അല്ലെ, പണം അല്ലെങ്കിൽ പണത്തിനോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് വെൽത്ത് ഉണ്ടാക്കി എടുക്കണം എന്നൊരു ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാര്, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരു പ്രത്യേക മേഖലയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഏകാഗ്രത കൊടുക്കുന്നത്, കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുറെ പേർക്ക് എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ചിലർക്ക് പടം വരയ്ക്കാനാണ്, അതാണ് ഹോബീസ് എന്ന ടീച്ചർ ഞാനത് ഒതുക്കി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓരോന്നിലും എന്താണ് ആളുകള് പല രീതിയിലാണ് കോൺസെൻട്രേറ്റ് അല്ലെ. ഹ്യൂമൻ ബീങ്സിന് എന്താണ് ഡൈനാമിക് നേച്ചർ അല്ലെ, നമ്മുടെ നേച്ചർ, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്, കോൺസെൻട്രേഷൻ പവർ വരുന്നത്. ഇനി ഈ കോൺസെൻട്രേഷൻ നമ്മൾ ഇത്രയും പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിന്റെ ലെവല് വ്യത്യാസം ഉണ്ടാവും, അളവ്, അതായത് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് ചിലവർക്ക് എന്താണ് പെട്ടെന്ന് നോക്കി കഴിഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ പടം നിങ്ങൾ കണ്ടു, നിങ്ങളുടെ മനസ്സിൽ അത് പെട്ടെന്ന് പതിഞ്ഞു, നിങ്ങൾ അത് വരച്ചു, കറക്റ്റ് ആയിട്ട് വരച്ചിട്ട് കൃത്യ ടൈമിനുള്ളിൽ നിങ്ങൾ വരച്ചു കഴിഞ്ഞു. പക്ഷെ മറ്റൊരാൾക്ക് എന്താണ്, അതിൽ കുറച്ച് സമയം എടുക്കും. ആ പിക്ചർ നോക്കി അതിന്റെ ലൈൻസ് എങ്ങനെയാണ്, അത് എവിടെയാണ് എഡ്ജ് ചെയ്യുന്നത്, എവിടെയാണ് കട്ട് ചെയ്യുന്നത്, എവിടെയാണ് അതിന്റെ ട്വിസ്റ്റിംഗ് വരുന്നത്, ഇതെല്ലാം നോക്കി സമയം എടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പിക്ചർ ആള് വരയ്ക്കുന്നത്. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം കണ്ടോ? ഒരാൾക്ക് എന്താണ് പെട്ടെന്ന് ആ കോൺസെൻട്രേഷൻ പവർ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. അതേപോലെ നമ്മളിപ്പോ എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പോകാറില്ലേ, ഹെൽത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരന്റിങ്ങിനെ പറ്റി എന്തെങ്കിലും ക്ലാസ് കേൾക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ കേൾക്കും, പക്ഷെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ചിലർക്ക് എന്താണ് പെട്ടെന്ന് കാര്യമൊന്നും മനസ്സിലാവില്ല, അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുക, അവർ എന്താണ് അവിടെ പറയുന്നത്. പക്ഷെ അതേ സമയം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് അവർ പറയുന്ന ഓരോ പോയിന്റും കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വ്യത്യാസമാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, കോൺസെൻട്രേഷൻ എല്ലാവർക്കും ഒരേപോലെയല്ല, അത് വ്യത്യസ്ത അളവിലുള്ള ഒരു പ്രവണതയാണ്. ചിലർക്ക് കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. ഓക്കെ, അപ്പൊ പല പല കാര്യങ്ങളിലാണ് നമുക്ക് എന്ത് വരുന്നത്, കോൺസെൻട്രേഷൻ വരുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ എന്താണ് കോൺസെൻട്രേഷൻ എന്ന്? നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹ്യൂമൻ ടെൻഡൻസി, കോൺസെൻട്രേഷൻ എന്നൊരു ഹ്യൂമൻ ടെൻഡൻസി എല്ലാ മനുഷ്യനിലും എന്താ, ഇത് എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിന്റെ രീതി അനുസരിച്ച്, അത് ഉപയോഗിക്കുന്ന അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാം, നമുക്ക് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ എന്താണ്, അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും അല്ലെ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തു, ക്ലാസ്സിൽ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറായി തുടങ്ങി, നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി അല്ലെ, ഒരു പീരീഡ് നിങ്ങൾ പുറത്തേക്ക് കുട്ടികളെ ഇറക്കി,
ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ആക്റ്റീവ് ആയിട്ടുള്ള ഇരിക്കാണോ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ കാണിക്കുന്നത്? അല്ല, കുറച്ചുകൂടെ കൂടുതൽ കാണിക്കും. കുറച്ചും കൂടി അവർ ആക്റ്റീവ് ആവും അല്ലെ? കുറച്ചും കൂടി എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്യാനൊക്കെ എന്താണ് കുറച്ചും കൂടി ആ ടെൻഡൻസി അവിടെ മാറുകയാണ്. അപ്പൊ എന്താണ് ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് എന്താണ് ആക്ടിവിറ്റി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവരെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്താണ്. അവിടെയൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ആക്ടിവിറ്റി അവർക്ക് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാനും സാധിക്കും. യെസ്, അപ്പൊ മനസ്സിലായോ എന്താണ് കോൺസെൻട്രേഷൻ? എന്താ നിങ്ങളുടേതായ രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാമോ? ഏതെങ്കിലും അറിയാമോ കോൺസെൻട്രേഷൻ? ഒരു പ്രസംഗം നടക്കുന്ന ഒരു വേദിയാണെങ്കിൽ ചിലവരത് ശ്രദ്ധിക്കും, ചിലവര് വല്ല ആബ്സെന്റ് മൈൻഡ് ആയിട്ട് എന്താ ചെയ്യാ. അതെ, മൈൻഡ് ചെയ്യുക അല്ലെ? പക്ഷെ ചിലവരൊക്കെ എന്താണ് ആ പ്രശ്നത്തിൽ പോയി ഇടപെട്ട് ചിലപ്പോ പണി വാങ്ങിച്ചിട്ട് വരും, ചിലപ്പോ അത് സോൾവ് ചെയ്യാനും ഒരു മതിയാവും അല്ലെ? അങ്ങനെയൊന്നും എടുക്കാറുണ്ട്. കോൺസെൻട്രേഷന്റെ ഭാഗം. കോൺസെൻട്രേഷൻ എന്നൊരു പ്രവണത മനുഷ്യനിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അത് ക്ലിയർ ആണോ? കോൺസെൻട്രേഷൻ ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ് അല്ലെ? യെസ്. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു മേഖല ഏതാണെന്ന് അറിയാം? ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? അധ്യാപനം. ഓക്കെ, യെസ്. പിന്നെ വേറെ മെഡിക്കൽ ഫീൽഡ്. വെരി ഗുഡ്, മെഡിക്കൽ ഫീൽഡ്. അങ്ങനെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷനുകളോടൊപ്പം നമ്മൾ പ്രത്യേക കോൺസെൻട്രേഷൻ കൊടുക്കണം. മെഡിക്കൽ ഫീൽഡ് ആണ് അല്ലെ? നമുക്ക് എന്താണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന പ്രോസസ്സുകളാണ് അല്ലെ? നമുക്ക് ഒരിക്കലും മെഡിക്കൽ ഫീൽഡിൽ ഒരു കാര്യവും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? സർജറി അറ്റംപ്റ്റ് ചെയ്യൂ, അത് സക്സസ് ആവുമെന്ന് നമുക്ക് അറിയില്ല അല്ലെ? എല്ലാ ഡോക്ടേഴ്സും ഒരു സർജറിക്ക് മുമ്പ് നമ്മളിൽ നിന്ന് ഒരു ഫോം ഒപ്പിട്ട് സൈൻ ചെയ്ത് കൺസേൺ, അതിന് കൺസേൺസ് എന്നല്ല പറയുന്നത്, ഇൻഫോർമൽ കൺസേൺ വാങ്ങിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോ ഹോസ്പിറ്റലോ ഉത്തരവാദിയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അത് വാങ്ങിക്കുന്നത്? അത് അവിടെ അത് സക്സസ് ആവുന്നത് നമുക്ക് അറിയില്ലല്ലേ? പ്രഡിക്റ്റഡ് സിറ്റുവേഷൻ അല്ല അത്. മിക്കതും ഒരു ഡോക്ടേഴ്സ് പറയുന്നതാണ് നമ്മള് ദൈവത്തിൽ വിശ്വസിക്കാനാണ് പറയുന്നത് അല്ലെ? നമ്മൾ അത്ഭുതം സംഭവിച്ചേക്കാം, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കൂ എന്ന് മാത്രമല്ലേ നമ്മളോട് പറയാറ് സർജറിക്ക് കയറുന്നതിന് മുമ്പായിട്ട്. പല ഡോക്ടേഴ്സ് 100% ഉറപ്പൊക്കെ നമ്മൾക്ക് തരുമെങ്കിലും എന്താണ് അവരും ആ ഒരു സമയത്ത് അവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സക്സസ് ആവണമെങ്കിൽ വളരെയധികം അവരോട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതല്ല നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് മെഡിക്കൽ ഫീൽഡ് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് മേഖല, ഡ്രൈവിംഗ് അല്ലെ? അതെ അതെ. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കോൺസെൻട്രേഷൻ വേണം അല്ലെ? പക്ഷെ അതിലൊരു കോഴ്സ് പറയുന്നുണ്ടല്ലോ, കോൺസെൻട്രേഷൻ ഡൈ ആക്സിഡന്റ് പ്രോൺ. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബോർഡിലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ? സൈൻ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. കോൺസെൻട്രേഷൻ ഡൈ ആക്സിഡന്റ് പ്രോൺ. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. വളരെ ശ്രദ്ധിച്ചു. നമ്മള് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു പോവാം. പക്ഷെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു പോയാലും എതിരെ വരുന്ന ആള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ആർക്കാണ് അപകടം പറ്റുന്നത്? രണ്ടു കൂട്ടർക്കും ഒരേപോലെ അപകടം പറ്റും അല്ലെ? അപ്പൊ പ്രത്യേകിച്ച് 2 വീലേഴ്സ് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് നമ്മള് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ഞാനും വണ്ടി ഓടിക്കുന്ന ആളാണ്. നമ്മള് ചില സമയത്ത് നമ്മുടെ ശ്രദ്ധ പോവാറില്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് വളരെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിലും കുറെ കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങള്, ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളുടെ ചിന്ത പെട്ടെന്ന് പോവാറുണ്ട്. പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന സമയത്താണ്, നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണ്, നമ്മുടെ മൈൻഡ് തുറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു ദൂരം പിന്നിട്ടു. അയ്യോ ഞാനിവിടെ വരെ എത്തിയോ? അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വരെ എത്തിയോ എന്ന് പെട്ടെന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. ആണോ? അങ്ങനെ ഉണ്ടാകാറുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ശ്രദ്ധ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ പോയി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അല്ലെ?
എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകുന്ന സമയത്ത് കുറെ കഴിയുമ്പോഴാണ് ആ പള്ളി ഉണ്ടായിരുന്നു, പള്ളി കഴിഞ്ഞു പോയോ, പള്ളി കഴിഞ്ഞു പോയത് പോലും ഞാൻ കണ്ടില്ല. അതാണ് കോൺസെൻട്രേഷൻ ഡൈ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പെൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. 2 വീലേഴ്സ് ആണെങ്കിലും കാറാണെങ്കിലും എന്താണ് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചായിരിക്കണം പോവേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ കോൺസെൻട്രേഷൻ എന്താണ് വ്യക്തമായിട്ട്? Yes, ma'am. നെക്സ്റ്റ് അടുത്തത് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. MTH എല്ലാ സ്റ്റുഡൻസിനും ആത്മനിയന്ത്രണം ഉണ്ടാവും ഒരു പരിധി വരെ. ആണോ? സലീന എന്താടാ ചിരിച്ചത്? ധന്യ ഒന്ന് പറഞ്ഞേ, സെൽഫ് കൺട്രോൾ എന്തായിരിക്കും ധന്യ? കൺട്രോൾ പറ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അല്ലെ അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. പ്രശ്നമായാലും നല്ല കാര്യമായാലും നമുക്കത് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ പറയണത് പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ടീച്ചർ കുട്ടിയെ വഴക്ക് പറയാണ്. ടീച്ചർ കുട്ടീനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുട്ടിക്ക് ടീച്ചറിനെ തിരിച്ചു വഴക്ക് പറയാൻ പറ്റുമോ? പറയണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ധന്യനോട് ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധന്യക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ധന്യ എന്ത് ചെയ്യും? ടീച്ചർ പറയുന്ന എനിക്ക് ദേഷ്യം കയറുന്നുണ്ട്, പക്ഷെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ധന്യ എന്നോട് പറയോ? പറയാൻ പറ്റില്ല അല്ലേ. ധന്യ എന്ത് ചെയ്യും? സെൽഫ് കൺട്രോൾ ചെയ്യും. ധന്യ പറയാതിരിക്കും. അങ്ങടെ വിഷമം അങ്ങടെ ഉള്ളിലേക്ക് അതിലേക്ക് വേറെ എന്തിലേക്ക് അങ്ങോട്ട് മാറും അല്ലെ. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം പോലെ അതിൽ നിന്ന് അങ്ങോട്ട് പിൻവലിയെ വിഡ്രോ ചെയ്യും. അതാണ് അതിന്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. പറയണമെന്ന കാര്യങ്ങൾ നമ്മള് പറയേണ്ട സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. അതാണ് എന്ത് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. എവിടെ എന്ത് പറയണം അല്ലെ. അതായത് സ്കൂളിൽ എന്താണ് പറയേണ്ടത്, വീട്ടിൽ എന്താണ് പറയേണ്ടത്, മുതിർന്നവരോട് എങ്ങനെയാണ് പറയേണ്ടത്, ഓരോ ഓഫീസിലെ കൊളീഗ്സിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ സബോർഡിനേറ്റ്സിനോട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അതിനവിടെ കൺട്രോൾ ചെയ്യും അല്ലേ. ഇത്ര ദേഷ്യമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് നമ്മള് ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് മര്യാദയുടെ പുറത്ത് കുറച്ച് നല്ല വാചകങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അങ്ങ് അവതരിപ്പിക്കും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? ഇനി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മദർ ഇൻ ലോനോട് നിങ്ങൾക്ക് ഒരു ദേഷ്യം തോന്നിയെന്ന് വിചാരിക്കാം. നിങ്ങളൊരു നല്ലൊരു കറി ഉണ്ടാക്കി, അമ്മ വന്നിട്ട് പറഞ്ഞു അത്ര നല്ല കറിയായിരുന്നു കേട്ടോ, പക്ഷെ അമ്മ എന്ത് പറഞ്ഞു? ഉപ്പ് കുറച്ചുകൂടി ഇടായിരുന്നു, ഇച്ചിരി കൂടെ എരി കിട്ടാൻ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇട്ടാൽ മതിയായിരുന്നു. അത് പറഞ്ഞു കേൾക്കുമ്പോ എന്ത് തോന്നും? ഇത്രയും നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് ഇത് മാത്രമേ പറയാൻ പറ്റൂ അല്ലെ. മനസ്സിൽ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ മനസ്സിൽ പറഞ്ഞത് അമ്മയോട് എന്ത് പറയും നമ്മള്? അമ്മ ഞാനിത് ഇട്ടോളാം എന്ന് മനസ്സിൽ നമ്മൾ പറയും അല്ലെ. പുറമേ നമ്മൾ പറയും അല്ലെ. അല്ല അപ്പൊ അവിടേക്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യാണ് അല്ലെ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ പിള്ളേരെ? പറയാൻ പറ്റുമോ നമുക്ക് അവരോടൊക്കെ അല്ലെ? നമ്മുടെ അമ്മയാണെങ്കിലോ, അമ്മ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും അല്ലെ. അവിടെ ഒരു സെൽഫ് കൺട്രോൾ ഇല്ല നമുക്ക്. പക്ഷെ നമുക്കറിയാം സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് എവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഭാഗ്യത്തിന് ദൈവം അങ്ങനെ ഒരു ക്വാളിറ്റി, അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? നഫിലൊക്കെ അങ്ങോട്ട് പുളകം കൊള്ളയാണ്, നിലത്ത് ചെയ്യാൻ തോന്നുന്നു പറയുന്നത് നഫില അല്ലെ. ചില സമയം അങ്ങനെയല്ലേ, നമ്മൾ എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അതിനൊന്നും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. ആ സമയത്ത് സ്വയം പഠിക്കാന്നല്ലാതെ നമ്മൾ അവിടെ ചിലപ്പോ അത് ഹസ്ബൻഡിനോട് തീർക്കുന്നില്ല അല്ലെ, അല്ലെങ്കിൽ കുട്ടിയോട് തീർക്കും. അതാണ് പ്രൊജക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എവിടെയാണ് സെൽഫ് കൺട്രോൾ കൊടുക്കേണ്ടത്. നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ സ്കൂൾ സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് അല്ലെ. ക്ലാസ്സിൽ എത്ര ഡീസന്റ് ആയിട്ട് ഇരിക്കുന്ന
എന്താണ് ഇങ്ങനെ ഡീസന്റ് ആയിട്ടിരിക്കുന്നത്? വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലാസ്സിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആണ്, റെക്കോർഡഡ് ആണ്, പ്രശ്നമാവും അല്ലെ? ഇതൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. എല്ലാം സെൽഫ് കൺട്രോൾ വെച്ചിരിക്കുവല്ലേ, പിന്നെ എന്തിനാ ബോറടിക്കുന്നേ? അപ്പൊ അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ജോലി മാമിന് ബോറടിച്ചിരിക്കുകയാണോ? പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? ഇല്ല ഇല്ല മാം ഇല്ല. നേരത്തെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇനി നമ്മള് ഈ നിയമങ്ങൾ, നമ്മൾ റൂൾസ് എടുത്തു നോക്കുമ്പോഴും റൂളുകളില്ല. നമ്മളിപ്പോ ഒരു ഓട്ട മത്സരം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു റൂളിനനുസരിച്ച്, ഒരു നിയമം അനുസരിച്ചിട്ടാണ് നമ്മളവിടെ കുട്ടികളവിടെ സ്പോർട്സ് ഡേക്ക് പങ്കെടുക്കുന്നത് അല്ലെ? അതായത് ഒരാളെ ഇന്ന പോയിന്റ് എത്തിയാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ അല്ലെ? അതായത് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലോ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ സെൽഫ് കൺട്രോൾ ഇരുന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എത്ര ഇമോഷൻസ് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്, ആ നിയമത്തിന് വിപരീതമായിട്ട് നമുക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ ഇന്ന പോയിന്റിൽ എത്തുന്ന മാത്രമേ ആള് വിജയിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ അതും പറഞ്ഞ്, ഇപ്പൊ ഞാൻ ഇവിടെ എന്റെ കാലിവിടെ കാല് ജസ്റ്റ് ടച്ച് ചെയ്തു, ഒരു കുട്ടി പറയാണ് എന്റെ കാല് ടച്ച് ചെയ്തപ്പോ ഞാനാണ് ഫസ്റ്റ് വിന്നർ എന്ന് പറഞ്ഞാലും, പക്ഷെ എന്താണ്, നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ ലൈനിനപ്പുറം കിടക്കുന്ന ആളാണ് ഫസ്റ്റ് വിൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്താണ്, നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ തർക്കിക്കാൻ പറ്റില്ല. തർക്കിക്ക് വയ്ക്കും, പക്ഷെ എന്താണ്, നമ്മൾ അവിടെ അത്യാവശ്യം സമീപനം പാലിച്ചിരിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അതവിടെ ചെയ്യാൻ പറ്റൂ. ഓക്കെ. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അവിടെ വളരെ നിയന്ത്രിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ്, ആ നിയന്ത്രിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ് എന്ത്, സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്, അഥവാ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. യെസ്, ഇത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആ ദേഷ്യം അടക്കി പിടിച്ച് മാന്യമായി പെരുമാറുന്നു, അതാണ് സെൽഫ് കൺട്രോൾ അല്ലെ? അത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വർക്ക്. വർക്ക് എന്താണ്? വർക്ക് അതൊരു ടെൻഡൻസി ആണോ? വർക്ക്, ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ടെൻഡൻസിയും നമുക്ക് വേണം അല്ലെ? ഒരു ജോലി ചെയ്യുന്നതിലൊക്കെ എന്താണ്, ഈ പറഞ്ഞ എല്ലാ ടെൻഡൻസി, എല്ലാ പ്രവണതകളും നമുക്ക് വേണ്ടി വരും. എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ വേണം, കോൺസെൻട്രേഷൻ വേണം, റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ വേണം, എക്സ്പ്ലോറേഷൻ വേണം, സെൽഫ് കൺട്രോൾ വേണം. നമ്മള് ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കൽ എഫേർട്ട് മാത്രമാണോ നമ്മൾ അവിടെ ഇടുന്നത്? ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള എഫേർട്ട് മാത്രമാണോ നമ്മൾ ഇടുന്നത്? ഇല്ല, മെന്റലി നമ്മൾ എഫേർട്ടും വേണം അല്ലെ? ഫിസിക്കലി മെന്റലിയും ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി എന്താണ്, നമ്മള് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചെയ്യുന്ന ജോലിയിൽ ഒരു എന്തുണ്ടായിരിക്കില്ല, ഫുൾഫിൽ ചെയ്തത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടുന്നത് പോലെ ആയിപ്പോകും. അപ്പൊ ഒരു ജോലിയിലേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെന്റലി ഫിസിക്കലിയും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നതെങ്കിൽ എന്താണ്, ആ ജോലിയെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. ഇനി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കൃഷിക്കാരൻ എടുക്കുകയാണ്. ഓക്കെ, കൃഷിക്കാരന് അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? കൃഷിക്കാരന്റെ ജോലി എന്താ? കൃഷിക്കാരന്റെ ജോലി എന്താണ്? കൃഷി ചെയ്യാം. ചോദ്യം കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് ചോദിച്ചാണ് കേട്ടോ. കൃഷിക്കാരന്റെ ജോലി, ഒരു ഫാർമറിന്റെ ജോലി എന്ന് പറയുന്നത് കൃഷി ചെയ്യുക, പലതരം വിളകള് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി അല്ലെ? ഓക്കെ. അവിടെ അദ്ദേഹം എന്ത് തരം എഫേർട്ടാണ് ഇടുന്നത്? എന്ത് എഫേർട്ടാണ് എടുക്കുന്നത്? ഫിസിക്കലി ഫിസിക്കലി ആണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. അത് മാത്രമാണോ? മെന്റലി വരണ്ടേ? ശാരീരികമായിട്ടും അയാൾ അവിടെ വിത്തിറക്കാനും വിളവെടുക്കാനൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറായാൽ മാത്രമല്ല അയാൾക്കത് നടക്കുള്ളൂ. ഓക്കെ.
യെസ്. അതേപോലെ ഇനി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ നോക്കിയേ നിങ്ങള്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണല്ലോ. അവിടെ കൂടുതൽ മെന്റലി ആയിരിക്കും അവിടെ. അവിടെ ഫിസിക്കലിനേക്കാൾ കൂടുതൽ മെന്റൽ പ്രോസസ് ആണ് അല്ലെ. മെന്റൽ പ്രോസസ്സിനാണ് അവിടെ ആക്ടിവേഷൻ കൂടുതൽ. ഇനി ടീച്ചിങ് ഫീൽഡ് എടുക്കുകയാണെങ്കിലോ എന്ത് ദൈവമേ അല്ലേ. മെന്റലും ഫിസിക്കലും കഴിയാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നമ്മള് ഫിസിക്കലി മെന്റലി എന്താണ് ഇൻവോൾവ് ആയിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഇത്രയും മാസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് വർക്ക് ചെയ്തു, മാനസികമായി പ്രിപ്പയർഡ് ആയി, ഒരുപാട് റെക്കോർഡ്സ് ചെയ്ത് ക്ലാസ്സുകൾ കേട്ടിരുന്ന് സഹിച്ച് സെൽഫ് കൺട്രോൾ ചെയ്ത് കേട്ടിരുന്ന് വൈവ് അറ്റൻഡ് ചെയ്ത് ഇവിടെ പ്രാക്ടിക്കൽ സെഷനിൽ വന്നു. ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ചെയ്തത് അല്ലെ. നിങ്ങളുടെ ഫിസിക്കൽ എഫേർട്ടും മെന്റൽ എഫേർട്ടും ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ആണ് നിങ്ങളുടെ കോൺവൊക്കേഷന് നിങ്ങളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. അല്ലേ? അതാണ് നിങ്ങളുടെ വർക്ക്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജോലി അല്ലെങ്കിൽ കുറച്ചു പേരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കുന്നത് അല്ലെ. നിങ്ങൾ കുറെ പേര് ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ആ വർക്കിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. യെസ്. അപ്പൊ വളരെ നിങ്ങൾ അവിടെ കൊടുക്കുന്ന നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്, മെന്റലി ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വർക്ക് ഫുൾഫിൽ ആവുള്ളൂ, സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ. അങ്ങനെ രണ്ട് എഫേർട്സ് എടുത്ത് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള എഫേർട്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ വർക്ക് എന്ന ഒരു ടെൻഡൻസി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്താ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഫാക്ടർ ആണ് എന്താ, ഫിസിക്കലും മെന്റലി ആയിട്ടുള്ള ആക്ടിവിറ്റി. ഓക്കെ. ഫിസിക്കൽ ആക്ടിവിറ്റിയും മെന്റൽ ആക്ടിവിറ്റിയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് ഒരു വർക്ക് ഫുൾഫിൽ ആവുകയുള്ളൂ. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ആരാണ് നമ്മുടെ ഫർസാന. ഫർസാന രാവിലെ എഴുന്നേറ്റിട്ട് സാമ്പാർ വെക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഫർസാന രാവിലെ എഴുന്നേറ്റ് ഇന്ന് സാമ്പാർ വെക്കണം, സാമ്പാർ വെക്കണമെന്ന് മനസ്സിലാണ് വിചാരിച്ചത് അല്ലെ. മെന്റൽ ആക്ടിവിറ്റി ആണ് അത് ഫർസാനയുടെ. മനസ്സിൽ വിചാരിച്ചു. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സാമ്പാറിന്റെ കഷ്ണങ്ങൾ നമ്മൾ റെഡിയാക്കണം അല്ലെ. ആദ്യം പരിപ്പ് വേവിക്കണം, കഷ്ണങ്ങൾ കട്ട് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് അത് അടുപ്പത്ത് വെക്കണം. അതിനുശേഷം എന്താണ്, കുക്കർ അടിച്ചതിന് ശേഷം പരിപ്പ് വെന്തോന്ന് കൃത്യമായിട്ട് നോക്കണം. അവിടെയൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അല്ലെ. അതിനുശേഷം കഷ്ണങ്ങളെല്ലാം ഇട്ട് പിന്നെ ഒരു 2 വിസിൽ വരുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്തു അല്ലെ. വെയിറ്റ് ചെയ്തതിനു ശേഷം അപ്പോഴും മനസ്സിൽ ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഉള്ളി എടുക്കണം, കുറച്ച് പച്ചമുളക് എടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ചമുളക്, കുറച്ച് കടുക്, പച്ചമുളക്, ഉള്ളി, കുറച്ച് വെണ്ടയ്ക്ക, തക്കാളി ഇതെല്ലാം നന്നായിട്ട് വാട്ടി ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. സാമ്പാർ വെക്കണമെന്ന് രാവിലെ മനസ്സിൽ വിചാരിച്ചു, സാമ്പാർ വെക്കാനുള്ള സാധനങ്ങള് ഫിസിക്കലി ആയിട്ട് എഴുതി കട്ട് ചെയ്തു, റെഡിയാക്കി, ഒരു സാമ്പാർ ഉണ്ടാക്കി. അതാണ് ഫർസാന ചെയ്ത വർക്ക്. അതൊരു വർക്കാണ്. അവിടെ 2 കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലെ. മനസ്സിലൊരു കാര്യം വിചാരിച്ചു, അതാണ് മെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. മെന്റൽ ആക്ടിവിറ്റി മെന്റലായിട്ടോ ഫിസിക്കലായിട്ട് എന്താണ് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങള് കട്ട് ചെയ്ത് റെഡിയാക്കി, ദെൻ അതെന്ത് ചെയ്തു, പ്രിപ്പയർഡ് ചെയ്തു, അത് കുക്ക് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്ത് അത് കുക്ക് ചെയ്ത് അതൊരു ഡിഷ് ആക്കി മാറ്റി അല്ലെ. ദാറ്റ് ഈസ് വർക്ക്. ഇനി ഇതിൽ കൂടുതൽ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ മാം. പറഞ്ഞോ. നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ അസറ്റായ ഒരു മാമാണ് ആതിര മാം. മാം എന്തൊക്കെയാ ചെയ്യുന്നത്? കോൺവെക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറിലാണ് സംസാരിക്കണം, എല്ലാ പരിപാടിയിലും ഓണപരിപാടി ആണെങ്കിലും എല്ലാം കണ്ടക്ട് ചെയ്ത് മാം അവിടെ ഡാൻസ് ചെയ്യണു. ഫിസിക്കലി ഇപ്പൊ സ്റ്റേജ് ഫിയറിൽ അത് പറയണു, വൈവ കണ്ടക്ട് ചെയ്യണു, ഫാമിലി ലൈഫ് കൊണ്ടുപോകണം, മെന്റലി ഒരു കംപ്ലീറ്റ് ആണ്. അതാണ് എന്റെ വർക്ക് ആണോ? അതാണ് ധന്യ കണ്ട ഒരു ഉദാഹരണം. ഓക്കെ. താങ്ക് യു ധന്യ അങ്ങനെ തോന്നിയതില്. ഓക്കെ. ഒരാളെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയല്ലോ. അങ്ങോട്ട് ഞാൻ താങ്ക്സ് പറയണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ പഠനത്തിൽ ഞാനൊരു ഉദാഹരണമാകാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ
അത് ഞാൻ കഷ്ടപ്പെട്ടതിന്റെയാണ് കേട്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ തന്നെ ഒരുപാട് താങ്ക്സ് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് മനുഷ്യന്റെ പ്രവണതകളിലൂടെയാണ് കടന്നു പോയത്. നമ്മളിപ്പോ എത്ര പ്രവണതകൾ പഠിച്ചു? എത്ര പഠിച്ചു? എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ക്ലിയർനെസ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, വർക്ക്. അല്ലെ? ഇത്രയല്ലേ പഠിച്ചത്? ഇനി ഏതൊക്കെയാ ഉള്ളത്? ഇമിറ്റേഷൻ ഉണ്ട്, പെർഫെക്ഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്. അത് നമുക്ക് ഫ്രൈഡേ ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എനിക്ക് തോന്നുന്നത് എന്റെ ലാസ്റ്റ് ക്ലാസ് അടുത്ത ഫ്രൈഡേ ആണ്. അത് കഴിഞ്ഞ പിന്നെ ക്ലാസ്സിന് ഒരു റിവിഷനിങ് മാത്രമേ ആയിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ പീരീഡ് എടുത്തോളൂ കേട്ടോ. അവർക്ക് തീരാനുള്ളല്ലേ മിസ്സിനൊക്കെ ക്വസ്റ്റ്യൻസ്. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുമോ മാം? കണ്ടക്ട് ചെയ്യും. ഒരു ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാ ചാപ്റ്റേഴ്സും. ഞാൻ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടവർക്ക് എടുക്കുന്നുണ്ട്. ബാക്കി ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ഡിഫറൻസ് മെക്കാനിസം ഒന്നുകൂടി പഠിക്കണ്ടേ? വേണം. ഇതിന്റെ നോട്ട് അപ്ലോഡ് ചെയ്യുന്ന മാം? ഇതിന്റെ ഫ്രൈഡേ, ഇതിന്റെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇടുള്ളൂ. ഓക്കെ മാം. അത് ഇടുന്നതിന് മുമ്പായിട്ട് ടീച്ചർ അതിലൊരു എക്സ്ട്രാ നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റി എന്താണ് ഒരു സിമ്പിൾ ടേമില്, പെർഫെക്ഷൻ എന്താണ് ഒരു സിമ്പിൾ ടേമില്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നത്. ആ തന്നിരിക്കുന്ന ടേംസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ക്യാപ്സ്യൂൾ ആക്കിയിട്ടാണ് അതിലെ ക്വസ്റ്റ്യൻസ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇതിലെ ശരിക്കും അതിലെ ക്വസ്റ്റ്യൻസ് ഡിഫറൻസ് മെക്കാനിസം പോലെ വരേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എക്സാമ്പിൾ തന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ നിന്നൊന്ന് മാറ്റി ചെറുതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി പോകുന്നത് അതാണ് കേട്ടോ. പിന്നെ പഠിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനോട് തന്നെ ഒരു വിരക്തത തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റി ചെയ്തിരിക്കുന്നത്. ഓക്കെ മാം, 9th ബാച്ചിന്റെ വൈവ് എപ്പാന്ന് അറിയോ മാം? എന്തോ 9th ബാച്ചിന്റെ വൈവ് എപ്പാന്ന് അറിയോ? 9th ബാച്ചോ? ആയിട്ടില്ലല്ലോ. 28 അല്ലേ? ഞങ്ങളെ 8 ആണ് 9 ബാച്ച്. ഞാൻ അടുത്ത ബാച്ചിന്റെ കൂടെ എക്സാമും വൈവ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അത് അറിയിക്കും കേട്ടോ. അറിയിക്കും. ഓക്കെ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. വൈവയില് നിങ്ങൾ ഒരു 2 മിനിറ്റിന് മുമ്പായിട്ടൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് ഒരാൾ വൈവ് അറ്റൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കയറണ്ട കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരാളെ വൈവ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വന്ന് കുറെ സമയം അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് മുൻപായിട്ട് നിങ്ങൾ ഒന്ന് കയറിയാൽ മതി. അല്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ആ അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് വേറൊരാൾ കയറി കഴിയുമ്പോ ഒരു കോൺഫിഡൻസ് അങ്ങ് പോകും. ഒരാളും കൂടി മൂന്നാമതൊരാളും കൂടി കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നല വരും കേട്ടോ. അപ്പൊ ഞാൻ റോസ്മിയോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോസ്മി പെട്ടെന്ന് ആ കുട്ടി അറിയാതെ കയറിയതാണ്. നിങ്ങൾക്ക് ചിലപ്പോ ലിങ്ക് ഓപ്പൺ ആവില്ല എന്നുള്ളൊരു പേടി ടെൻഷനൊക്കെ മുതൽ നിങ്ങൾ കുറെ നേരത്തെ കയറി ഇരിക്കണ്ട കേട്ടോ. അപ്പൊ ഒരാള് ലൈവിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കയറാനായിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ, വേറൊരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് പറയാനായിട്ട്. ലൈവ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശരി അടിച്ചു പറഞ്ഞത് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒരാൾ അല്ല ഞാനും നിങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പേടിച്ചാലും കുറെ പേര് വൈവക്ക് കയറണം. എന്തോ വലിയ സംഭവം എന്നാണ് വിചാരിച്ചിരിക്കുന്ന വൈവ ആണോ? അറ്റൻഡ് ചെയ്തവർക്കെല്ലാം റിലാക്സ്ഡ് ആയിട്ടുണ്ട്, ഒരു സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? അതെ മാം, അതെ മാം. ജ്യോതിക്ക് ആരായിരുന്നു വൈവ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇന്ന് വൈവ ചെയ്തവര് ഒക്കെ എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത കുട്ടികളായിരുന്നു. ഇന്ന് നിങ്ങളുടെ പേജില് തന്നെ ബാച്ചില്. ഇന്ന് ഉമ്മു ഹബീബ ഉണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടാടോ ഉമ്മു? കയറിയില്ല. വൈവ കഴിഞ്ഞ സന്തോഷത്തിന്റെ ക്ലാസ് കയറിയിട്ടില്ല ആണോ? ഉച്ചയ്ക്ക് ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 വൈവ ഉണ്ട്. നമുക്ക് ബാക്കി വൈവയ്ക്ക് കാണാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ ആയിരുന്നു മാം. നല്ല ഒരു നല്ലോണം മനസ്സിലായ പോലെ ഒരു ഫീല് ഈ ക്ലാസ് ഭയങ്കര.
വേറെ ഒന്നുമല്ല, ഇത് തീരാറായില്ലേ. നമ്മള് ഈ തീരാറാവുന്ന സമയത്ത് ഇതിനൊക്കെ കുറച്ച് ഭംഗി കൂടും. അതങ്ങനെയാണ്. അതങ്ങനെയാണ് അല്ലെ. നമ്മളിപ്പോ 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, ഈ ക്ലാസ് തീരാനാവുന്ന സമയത്താണ് നമുക്ക് എന്തിനോടും ഭയങ്കര ഒരു അട്രാക്ഷൻ, അറ്റാച്ച്മെന്റ്, സെന്റിമെന്റ്സ് ഒക്കെ വരുന്നത് അല്ലെ. അതായത് നമ്മളത് റിയലൈസ് ചെയ്തു, കോഴ്സ് കഴിയാണ്, ഇനി നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇതേപോലെ 11:00 നമുക്കൊരു ക്ലാസ് ഇല്ല, ഇതെല്ലാം ഇനി ഒരു ഓർമ്മകളായി മാറുകയാണ് അല്ലെ. അത് മനസ്സിൽ കിടക്കുന്നുണ്ടാവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ക്ലാസ് തീരാറായി എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടോ നിങ്ങൾക്ക് ക്ലാസ് തീർന്നു പോണേന്? കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായവരാണ് കുറെ പേരെല്ലാവരും അല്ലെ. അപ്പൊ ഒരുപാട് പേർക്ക് ഈ 1 മണിക്കൂർ ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇത്രയും നാളത്തെ ഒരു ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അല്ലെ. ഒരുപാട് പേര് ഇതിൽ എൻഗേജ്ഡ് ആയി. ഒത്തിരി പേര് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസാരങ്ങളിൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സ്മാർട്ട് സ്ട്രീക്കാണ് അതിനൊരു താങ്ക്സ് കൊടുക്കുന്നത്. സാറിനെ, പ്രത്യേകിച്ച് ജയദേവ് സാറിനെ അല്ലെ. സാറ് ഇത്രയും നല്ലൊരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് സ്ട്രീ എന്നൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇപ്പൊ കാണില്ല അല്ലെ. നമ്മളൊന്നും കാണില്ലായിരുന്നു. കാരണം സാറിനോട് അത്രയ്ക്ക് കടപ്പാടുണ്ട് നമുക്ക്. സാറ് എത്ര റെസ്പെക്ട് കൊടുത്താലും തീരാൻ പറ്റാത്ത അത്ര ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ഞങ്ങൾ അടുത്തറിയുന്നതുകൊണ്ട് കുറച്ചും കൂടി അറിയാം സാറിനെ പറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്കും ഒക്കെ. അപ്പൊ നമ്മൾ ആലോചിക്കണേ നമ്മുടെ ആ മാം എന്ത് ലക്കിയാണ് അല്ലെ, പ്രസിദ്ധ മാം അല്ലെ. ഓക്കെ, അപ്പൊ രണ്ടുപേരും മേഡത്തിനെ നമുക്ക് അതേപോലെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക്. നമ്മുടെ പ്രസിദ്ധ മാം ആയാലും സിൻരാജ് സാർ, ഒരു പാർട്ട്ണർ കൂടി ഉണ്ട് നമുക്ക്. ടെക്നിക്കലി ബേസ് നമുക്ക് 3 പാർട്ട്നേഴ്സ് ആണ് സ്മാർട്ട് സ്ട്രീക്ക് ഉള്ളത്. ജയദേവ് സാറ്, സിൻരാജ് സാറ്, പ്രസിദ്ധ മാം. ഒരു 3 പേരാണ് സ്മാർട്ട് സ്ട്രീയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയത്. അപ്പൊ അത്രയും കടപ്പാടുണ്ടാകും 3 പേരിലോട്. അപ്പൊ നിങ്ങൾക്കും അത് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കും ഒരു അവസരം തന്നതും അവര് തന്നെയാണ് അല്ലെ. അപ്പൊ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയവരായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ. ജയദേവ് സാറിന്റെ താങ്ക്സ് ഉണ്ട് മാം. സ്മാർട്ട് സ്ട്രീ ഇൻസ്റ്റിറ്റ്യൂഷനോടും എല്ലാ അധ്യാപകരോടും അനധ്യാപകരോടും ഞങ്ങളുടെ അധ്യാപകരോടും ഞങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഈ അവസരം ഉണ്ടാക്കി തന്ന ഈ സ്മാർട്ട് സ്ട്രീയിലുള്ള എല്ലാവരോടും, അസൈൻമെന്റ് സെക്ഷനോട്, അതുപോലെ തന്നെ PRF ഓരോ സെക്ഷനോട്, PROയോട്, ഓരോരുത്തരോടും പ്രത്യേകം ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, താങ്ക്സ് ഉണ്ട്. എല്ലാത്തിലും ഉപരിയായി ഇതിനെല്ലാം ഇടയാക്കിയ സർവേശ്വരനായ ദൈവം തമ്പുരാനോട് ധാരാളമായി മെനി താങ്ക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് എഴുതിയാണ് അനങ്ങാതിരുന്നേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു അവസരമുണ്ട്, എല്ലാവർക്കും സംസാരിക്കാൻ അവസരം തരുന്നുണ്ട്. നമുക്കിവിടെ ഒരു 101 സ്റ്റാഫുകളുണ്ട്. 101 സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എല്ലാവരും അത്രയും പേരുണ്ട്. അത് 101 അതില് ഭൂരിഭാഗം ഒരു 92 പേര് ഗേൾസ് ആണ്. 92 വുമൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കുറച്ച് പേര് മാത്രമേ ബോയ്സ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന ഒരുപാട് ചേച്ചിമാർക്കൊക്കെ ഇവിടെ ഒരു ജോലി അവസരം കൊടുക്കുക എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് സ്ട്രീയുടെ ശരിക്കും പറഞ്ഞ ഒരു മിഷൻ എന്ന പോലെ പറയാൻ നമുക്ക്. കാരണം ഒത്തിരി പേര് ഇവിടെ സാധാരണക്കാരും അല്ലാത്തവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അത്ര ഫീൽ ഫ്രീ ആണ് ഇവിടെ. അപ്പൊ അത് ദൈവത്തോടാണ് ഒരുപാട് നന്ദി പറയേണ്ടത്. അപ്പൊ നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയതും ഞങ്ങൾ ഒരുപാട് സന്തോഷം. നമ്മൾ എവിടെയൊക്കെ കിടന്നവരാണ്, എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എക്സാം കഴിഞ്ഞ വൈവ ഉണ്ടാവോ? എക്സാം കഴിഞ്ഞ ശേഷം വൈവ ഉണ്ടാവോ? റിപ്പോർട്ട് കംപ്ലീറ്റ് ഇല്ലാത്തവരുടെ എക്സാം കഴിഞ്ഞിട്ട് ഉണ്ടാവും കേട്ടോ. അതിന് മുമ്പ് വൈവ തീർപ്പുണ്ടായില്ല മിക്കവാറും. ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങൾ റെക്കോർഡ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? സമയം കണ്ടെത്തി ചെയ്യണമെന്ന് പറഞ്ഞു, ഡിലേ വരരുത്. അത് നിങ്ങൾക്ക് തന്നെ പാടായിരിക്കും. അതില്ല, മാക്സിമം സമയം കിട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എക്സാം കഴിയുമ്പോ ഉണ്ടാവൂലേ? എക്സാം കഴിയുമ്പോൾ ഉണ്ടാവുന്ന കാര്യം ഉണ്ടാവുമായിരിക്കും. വേറെ ഏതെങ്കിലും ബാച്ചസിന്റെ കൂടെ ആയിരിക്കുള്ളൂ.
അത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഓഫീസിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓഫീസിൽ മാമിനോട് ചോദിക്കാനും പറഞ്ഞു. എക്സാം കഴിയുന്ന മുന്നേ വൈവ അറ്റൻഡ് ചെയ്തതിനാലേ നമ്മുടെ സർട്ടിഫിക്കറ്റും അവരെ കൂടെ നമുക്ക് കിട്ടുള്ളൂ. പരമാവധി പറ്റുന്നവരൊക്കെ എക്സാമിന്റെ മുന്നേ ചെയ്യാൻ വേണ്ടി നോക്കും. ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങള് ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല മാം, ഞാൻ എക്സാമിന് ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഞാൻ ഉംറക്ക് പോകുന്നതാണ് 16-ാം തീയതി എക്സാം. അതുകൊണ്ടാണ് ഞാൻ പരമാവധി പറ്റുന്നവര് നമ്മുടെ ഈ ബാച്ചിൽ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞു. പിന്നെ എനിക്കിന്ന് വൈവിയുണ്ട് 1:45. ചിലപ്പോ ഉള്ളിൽ റേഞ്ചിലേക്ക് ഞാൻ പുറത്തുനിന്നായിരിക്കോട്ടോ സംസാരിക്കലോ. കാര്യം മേഡാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ. അതിപ്പോ 3 പ്രാവശ്യം ജോയിൻ ചെയ്ത് 3 പ്രാവശ്യം കട്ടായി. അപ്പൊ ഞാനിപ്പോ പുറത്ത് വന്നിട്ടാണ് മേഡത്തോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാം എടുത്തിട്ട് ഞാൻ വേറെ റെക്കോർഡെല്ലാം എടുത്തിട്ട് എനിക്ക് ആവുന്നത് പോലെ ഞാൻ മേഡത്തിന് കാണിച്ചു തരാം. ശരി. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ മാഡം. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.